ഹലോ, നിങ്ങൾ 50 ലക്ഷത്തിന് ഒരു വീട് വാങ്ങുന്നതാണോ അതോ ഒരു 20,000 രൂപയ്ക്ക് റെന്റിന് താമസിക്കുന്നതാണോ ഏറ്റവും നല്ലത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? വേഗം കമന്റ് ചെയ്യും. അപ്പൊ അതിനെ പറ്റി പറയാം. അതായത് നിങ്ങളിപ്പോ ഒരു നല്ലൊരു സ്ഥലത്ത് വീട് മേടിക്കുക 50 ലക്ഷത്തിന്, അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിച്ച് വീട് പണിയാണെങ്കിൽ ഒരു 50 ലക്ഷം 60 ലക്ഷം എന്തായാലും നിങ്ങൾക്ക് ചെലവ് വരും. അപ്പൊ അത് നിങ്ങൾ EMI ഒരു 30 വർഷത്തേക്ക് ഇടാണെങ്കിൽ 40,000 അല്ലെങ്കിൽ 35,000 40,000 നിങ്ങൾക്ക് എന്തായാലും EMI വരും. പക്ഷേ ഇതിന് പകരം നിങ്ങൾ അതേ ഒരു അമ്യൂണിറ്റീസും എല്ലാം ഒരു ഇതുള്ള ഒരു വീട് ഒരു 20,000 രൂപയ്ക്ക് നിങ്ങൾ റെന്റിന് താമസിക്കുകയാണെങ്കിൽ ബാക്കി എമൗണ്ട് നിങ്ങൾ ഈ 30 വർഷത്തേക്ക് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 30 വർഷത്തിന് ശേഷം കിട്ടുന്നത് 5 കോടി രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ലോജിക്കലായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഏറ്റവും ബെനിഫിഷ്യൽ എന്താണ്? റെന്റിന് താമസിക്കുകയാണ്. പക്ഷേ പണ്ടത്തെ ആൾക്കാർക്ക് നമ്മുടെ പേരൻസിനൊക്കെ പുതിയ വീട് ഒരു ഇതായിരിക്കാം, ചിലർക്ക് ഉണ്ടാവും പുതിയ വീട് ഹാപ്പിനെസ് ആണ്, അത് താല്പര്യമുള്ളവരുണ്ടാവും. പക്ഷെ നമ്മൾ ലോജിക്കലി നമ്മൾ ഫിനാൻഷ്യലി എല്ലാം നമ്മൾ പറയുമ്പോൾ ഏറ്റവും ബെറ്റർ റെന്റഡ് ഹൗസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30 വർഷത്തിന് ശേഷം ഒരു 5 കോടിയും കിട്ടും. അപ്പോൾ ഏതാണ് ബെറ്റർ?